അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈദ്ഗാഹ് എന്ന പാഠത്തിലായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മളുള്ളത് കുട്ടികളൊക്കെ കുറേ കളിക്കോപ്പകൾ വാങ്ങി. അതൊക്കെ കണ്ട് ആർത്തിയോടുകൂടെ കുട്ടികൾ കളിക്കോപ്പകൾ കൊണ്ട് കളിക്കുന്നതും അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതൊക്കെ കേട്ട് ആർത്തിയോടുകൂടെ നിൽക്കുന്ന ഹാമിദിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശേഷം ഖിലോനോ കെ ബാദ് അബ് മിഠായി കാ നമ്പർ ആയ. ഇപ്പോൾ കളിക്കോപ്പകൾക്ക് ശേഷം അടുത്തതായി വരുന്നത് മിഠായികളാണ്. അഥവാ കുറേ മിഠായിയുടെ പെട്ടിക്കടകൾ അവിടെ വെച്ചതായിട്ട് കാണാൻ സാധിച്ചു. കിസീനെ റിയൂഡിയാൻലി, അവരിൽ ആരൊക്കെയോ കുറേ പേര്, റിയൂഡി എന്ന് പറഞ്ഞാൽ ഒരു തരം കേക്കുകൾ വാങ്ങിയിട്ടുണ്ട്. കിസിനെ ഗുലാബ് ജാമുൻ, അവരിൽ ആരൊക്കെയോ ഗുലാബ് ജാമുൻ എടുത്തവരുണ്ട്. കിസിനെ സോഹൻ ഹൽവ, ആരൊക്കെയോ സോഹൻ ഹൽവ, മറ്റൊരു തരത്തിലുള്ള ഒരു കേക്കാണ്, അല്ലെങ്കിൽ ഒരു കേക്ക് എന്ന് തന്നെ പറയാം. മറ്റൊരു തരത്തിലുള്ള സോഹൻ ഹൽവ എന്ന പേരിലുള്ള കേക്ക് എടുത്തവരുണ്ട്. അതെല്ലാം മസേസെ ഖാരേ ഹേ, അതെല്ലാം വളരെ രസത്തോടുകൂടെ വളരെ രുചികരമായിട്ട് അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാമിദ് ഉൻകെ ബറാദുരി സെ ഖാരിജ് ഹെ, ഈ സമയത്തെല്ലാം ഹാമിദ് അവരുടെ സാഹോദര്യത്തിൽ നിന്നും അവരുടെ സഹവർത്തിത്വത്തിൽ നിന്നും പുറത്താണ്. അവരുടെ സാഹോദര്യം, ബറാദുരി എന്ന് പറഞ്ഞാൽ ആ ബ്രദർഹുഡ്, സാഹോദര്യം, അഥവാ അവരോടൊന്നും സൗഹൃദ ബന്ധം പുലർത്താൻ ഈ സമയത്ത് ഹാമിദ് അവരുടെ കൂടെയില്ല. അവരിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. ഹാമിദ് ഉൻകി ബറാദുരി സെ ഖാരിജ് ഹെ, ഹാമിദ് അവരുടെ സാഹോദര്യം അല്ലെങ്കിൽ അവരുടെ സഹവർത്തിത്വത്തിൽ നിന്നും പുറത്താണ്. കാരണം കംബഖ്ത് കി ജൈബ് മേ തോ 3 പൈസേ തോ ഹൈ, ആ സാധു, കംബഖ്ത് എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യവാൻ എന്നൊക്കെയാണ് അർത്ഥം. ആ ദൗർഭാഗ്യവാൻ, ആ സാധുവിൻ്റെ കീശയിൽ വെറും 3 പൈസയേ ഉള്ളല്ലോ. ക്യൂ നഹി കുച്ച് ലേക്കർ ഖാത്ത, എന്തുകൊണ്ടാണ് അവൻ ഒന്നും എടുത്ത് കഴിക്കാത്തത്? ലാലച്ചി നസ്റോൻ സെ സബ്കി തൊറഫ് ദേഖ്താ ഹെ, കുട്ടികളിടയിലുള്ള സംസാരമാണ്. ആർത്തിയോടുകൂടിയുള്ള കണ്ണുകളാൽ അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. മുഹ്സിനെ കഹാ, അന്നേരത്ത് ഇത് കണ്ട മുഹ്സിൻ പറയുകയാണ്, ഹാമിദ് ഈ റിയൂഡി ലേജ, എൻ്റെ അടുത്തുള്ള ഈ റിയൂഡി, ഈ കേക്കൊന്ന് എടുത്തുകൊണ്ടുപോയിക്കോ. കിത്നി ഖുഷ്ബൂദാർ ഹെ, എത്ര രസകരമായ വാസനയാണ് അതിനുള്ളത്. കിത്നി ഖുഷ്ബൂദാർ, എത്രമാത്രം സുഗന്ധമുള്ളതാണിത്, ഇതിൻ്റെ വാസനയൊന്ന് കേട്ടില്ലേ, എത്ര രസകരമാണത് എന്ന് മുഹ്സിന് അവനെ കൊതിപ്പിക്കുകയുണ്ടായി. ആ സമയം ഹാമിദ് കോ ശുബാ ഹുവ, ഹാമിദിന് ശുബഹത്തുണ്ടായി, സംശയമുണ്ടായി. ഹാമിദിന് ശുബാ ഹുവ എന്ന് പറഞ്ഞാൽ ശുബഹത്തുണ്ടായി, ഒരു സംശയം ഉണ്ടായി. ഏ മഹസ് ശറാറത്ത് ഹെ, ഇത് വെറും കച്ചറ മാത്രമാണ്, ഇത് വെറും ഒരു കച്ചറക്ക് വേണ്ടി മാത്രമാണ് അവൻ ചെയ്യുന്നത്. കാരണം മുഹ്സിൻ ഇത്ന ഫയ്യാസ് ത്വബാ നഹി ഹെ, മുഹ്സിൻ ഇത്രമാത്രം ഔദാര്യ സ്വഭാവക്കാരനല്ല. ഫയ്യാസ് ത്വബാ, ഔദാര്യ മനസ്കൻ, വളരെ ഔദാര്യ സ്വഭാവക്കാരനല്ല മുഹ്സിൻ. പിന്നെയും എന്തിനാണ് എന്നെ അടുത്ത് വിളിച്ചിട്ട് അവൻ്റെ കേക്ക് എൻ്റെ കയ്യിൽ തരുന്നത്? ഇതെന്തോ ഒരു കച്ചറക്ക് വേണ്ടി നിൽക്കുകയാണ്. ലേക്കിൻ യേ ജാൻകർ, പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ഫിർബി പിന്നെയും ഉസ്കെ പാസ് ഗയ, ഹാമിദ് മുഹ്സിൻ്റെ അടുത്തേക്ക് പോയി. മുഹ്സിൻ ദോനേസെ ഏക് റൂഡി നിക്കാൽക്കർ, ആ 2 ദോന എന്ന് പറഞ്ഞാൽ ഡബിളായി നിൽക്കുന്ന ആ റൂഡിയിൽ നിന്ന്, ആ ഡബിളായി നിൽക്കുന്ന ആ ഒരു റൂഡി കേക്കിൽ നിന്ന് റൂഡി നിക്കാൽക്കർ, ആ റൂഡി പുറത്തെടുത്തിട്ട് ഹാമിദ് കി തൊറഫ് ബഢാത്താ ഹെ, ഹാമിദിൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ്. ഹാമിദിൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ്. ഹാമിദ് ഹാത്ത് ഫേൽത്താ ഹെ, ഹാമിദ് അന്നേരത്ത് കൈ വിടർത്തുകയാണ്. മുഹ്സിൻ റൂഡി അപ്നെ മുഹ് മേ രഖ് ലേത്താ ഹെ, ഉടനടി അവനെ കൊതിപ്പിച്ചുകൊണ്ട് മുഹ്സിൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ റൂഡി, ആ കേക്ക് തൻ്റെ വായയിൽ തന്നെ വെക്കുകയാണ്.
അത് കണ്ടുകൊണ്ട് മഹ്മൂദ് നൂറെ സമീഅ ഖൂബ് താലിയാ ബജാ ബജാ കർ ഹസ്തേ ഹേ. ഇത് കണ്ട് സാധുവായ ഹാമിദ് വഷളായത് കണ്ട്, അവന് പരിഹസിക്കപ്പെട്ടവനായത് കണ്ട് മഹ്മൂദും നൂറയും സമീഉം നന്നായിട്ട് താലിയാം ബജാ ബജാക്കർ, താലിയാം ബജ എന്ന് പറഞ്ഞാൽ കൈ കൊട്ടുക, നന്നായിട്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് കൈ കൊട്ടിക്കൊണ്ട് ഹസ്തേഹെ അവർ ചിരിക്കുകയാണ്. ഇവനെ പരിഹസിച്ചുകൊണ്ട്, ഇവനെ കളിയാക്കിക്കൊണ്ട്, ഹാമിദിനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. ഹാമിദ് ഖുസ്യാന ഹോ ജാതാ ഹെ. അതോ ആ സമയത്ത് ഇവരെല്ലാവരും ഹാമിദിനെ കൈകൊട്ടി ചിരിച്ച്, ഹാമിദിനെ കളിയാക്കി കൈകൊട്ടി ചിരിക്കുന്നത് കണ്ടിട്ട് ഹാമിദ് ഖുസ്യാന ഹോ ജാതാ ഹെ, ഹാമിദ് ക്ഷുഭിതനായി തീരുകയാണ്. ഖുസ്യാന ഹോ ജാതാ ഹെ, ക്ഷുഭിതനായി തീരുകയാണ്, ദേഷ്യപ്പെട്ടവനായി തീരുകയാണ്. ഖുസ്യാന ഹോന, ഖുസ്യാന ഹോന, നാറാസ് ഹോന, ഖുസ്യാന ഹോന, നാറാസ് ഹോന, ഖുസ്യാന ഹോന എന്നൊക്കെയാണ്. ക്ഷുഭിതനായി തീരുകയാണ്, ദേഷ്യപ്പെട്ടവനായി തീരുകയാണ് മുഹ്സിൻ. അന്നേരത്തെ മുഹ്സിൻ പറയുകയാണ്, അച്ഛാ ഓക്കെ അബ് ജറൂർ ദേങ്കെ, ഇനി ഉറപ്പായിട്ടും തന്നേക്കാം. അബ് ജറൂർ ദേങ്കെ, ഇനി ഉറപ്പായിട്ടും തന്നേക്കാം. ഹാമിദേ, ഇനി ഉറപ്പായിട്ടും തന്നേക്കാം. അള്ളാഹ് കസം, ദൈവമാണ് സത്യം. ലേജ, ഇത് കൊണ്ടുപോയിക്കോ. ആ സമയത്ത് ഹാമിദ് രഹോക്യ, എന്താ വിചാരിച്ചിരിക്കണത്? നീ വിചാരിച്ചിരിക്കുകയാണോ? രഹോക്യ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇജെന്താ കരുതിയിരിക്കണത്? ഇജെന്താ വെച്ചിക്കണെന്ന് വെച്ചാൽ ഇജെന്താ എന്നെപ്പറ്റി വെച്ചിക്കണത്? എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? മേരെ പാസ് പൈസ നഹി ഹേ. ഇതൊക്കെ കൊളോക്കിയൽ അവരുടെ സംസാര ഭാഷകളാണ്. രഹോക്യ, നീ വിചാരിച്ചിരിക്കുകയാണോ? ക്യാ മേരെ പാസ് പൈസ നഹി ഹേ, എൻ്റെ അടുത്ത് പൈസ ഇല്ലേ എന്ന് നീ വിചാരിച്ചിരിക്കുകയാണോ? രഹോ, വിചാരിച്ചിരിക്കുകയാണോ? ക്യാ മേരെ പാസ് പൈസ നഹി ഹേ, എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? സമീ, അന്നേരത്തെ സമീ കളിയാക്കിക്കൊണ്ട് പറയാണ്, തീൻ ഹി പൈസേ തോ ഹൈ ക്യാ ലോകെ, വെറും 3 പൈസയാണുള്ളത്. തീൻ ഹി പൈസേ തോ ഹൈ, വെറും 3 പൈസയല്ലേ ഉള്ളത്. ക്യാ ലോകെ, ആ 3 പൈസ കൊണ്ട് നീ എന്തൊക്കെ വാങ്ങാനാ? മഹ്മൂദ്, അന്നേരം മഹ്മൂദ്, ഹംസെ ഗുലാബ് ജാമുൻ ലേ ജാവോ ഹാമിദ്. മഹ്മൂദ് വിളിച്ചിട്ട് പറയാണ്, മഹ്മൂദേ, നമ്മുടെ അടുത്ത് നിന്ന് ഗുലാബ് ജാമുൻ കൊണ്ടുപോയിക്കോ. മുഹ്സിൻ ചെറിയ രഹേ, മുഹ്സിൻ വളരെ കച്ചറക്കാരനാണ്, വളരെ ദുഷിച്ച കച്ചറ സ്വഭാവക്കാരനാണ് ഹാമിദ്. അന്നേരം ഹാമിദ് അതും വാങ്ങാൻ തയ്യാറായില്ല. എന്നിട്ട് പറയുകയാണ്, മിഠായി കോൻ ബഡി നിയമത്ത് ഹേ, മിഠായി ഇത്ര വലിയ അനുഗ്രഹമൊക്കെയാണോ? മിഠായി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അനുഗ്രഹം, ഇത്ര വലിയ ഒരു നിയമത്തൊക്കെയാണോ? ഇത്ര വലിയ സൗഭാഗ്യമൊക്കെയാണോ? കിതാബ് മേ ഉസ്കി ബുരായിയാ ലിഖി ഹേ, പുസ്തകങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച്, മിഠായികളെക്കുറിച്ച് ധാരാളം മോശമായത്, വേണ്ടാത്തരങ്ങൾ കുറേ മോശമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങളിലൊക്കെ മിഠായിയെക്കുറിച്ച് ധാരാളം മോശമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. മിഠായി തിന്നാൻ പാടില്ല എന്ന രീതിയിലേക്കാണ് പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുള്ളത്. മുഹ്സിൻ, അപ്പം അന്നേരത്ത് മുഹ്സിന് വെറുതെ കളിയാക്കി ചോദിക്കാണ്, ലേക്കിൻ ജീമേ കഹ രഹേ ഹോഗെ, എന്നാലും നിൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, കെ കുച്ച് മിൽ ജായത്തോ ഖാലേ, കുറച്ച് കിട്ടിയാൽ കഴിക്കാമായിരുന്നു എന്ന് നിൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ എന്ന് ആര് പറഞ്ഞു? മുഹ്സിൻ പറയാണ്, അപ്നെ പൈസ ക്യൂ നഹി നിക്കാൽത്തെ, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ പൈസ പുറത്തെടുക്കുന്നില്ല? മഹ്മൂദ്, അന്നേരത്തെ മഹ്മൂദ് പറയുകയാണ്, മേ ഉസ്കി ഹോഷിയാരി സമജ്താ ഹൂം, ഞാൻ അവൻ്റെ ബുദ്ധി സാമർഥ്യം, അവൻ്റെ ആ ക്ലവർനെസ്, അവൻ്റെ ആ ബുദ്ധി സാമർഥ്യം ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, ജബ് ഹമാരെ പൈസ ഖറച്ച് ഹോ ജായെങ്കെ, നമ്മുടെ പൈസയെല്ലാം ചിലവാകുമ്പോൾ, തബിയെ മിഠായി ലേഗ, അന്നേരത്ത് ഇവന് മിഠായി വാങ്ങും. ഓർ ഹമേ ചടാക്കർ ഖായേഗ, എന്നിട്ട് ചടാക്കർ നമ്മയൊക്കെ ക്ഷുഭിതനാക്കിക്കൊണ്ട് നമ്മയൊക്കെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇവന് മിഠായി കഴിക്കുകയും ചെയ്യും. നമ്മുടെ അടുത്തുള്ള പൈസ ഒക്കെ തീർന്നതിന് ശേഷമായിരിക്കും അവൻ്റെ അടുത്തുള്ള പൈസ പുറത്തെടുക്കുക. എന്നിട്ട് നമ്മളെയൊക്കെ ക്ഷുഭിതനാക്കിക്കൊണ്ട് നമ്മയൊക്കെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അവന് ഭക്ഷണം അത് കഴിക്കുകയും ചെയ്യും. हलवाइयों की दुकानों के आगे
कुछ दुकानें लोहे की चीज़ों की थी. ആ ഹൽവായിക്ക് ആ ഹൽവക്കാരുടെ പീടികക്ക് സമീപത്തായിട്ട് അതിനടുത്തായിട്ട് എന്തുമുണ്ടായിരുന്നു? കുറച്ച് ആരും ശ്രദ്ധിക്കാത്ത ലോഹ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ സാധന സാമഗ്രികൾ വിൽക്കുന്ന കടകളും അവിടെ അടുത്തുണ്ടായിരുന്നു. ഹൽവായിയോക്ക് ദുക്കാനോക്കെ ആകെ ആ ഹൽവക്കാരുടെ കടകൾക്ക് മുന്നിലായിട്ട് കുച്ച് ദുക്കാനെ കുറച്ച് കടകൾ. ഏതിൻ്റെ കടകൾ? ലോഹയ്ക്ക് ചീസോങ്കി ഥി, ലോഹം എന്ന് പറഞ്ഞാൽ ലോഹം അഥവാ ഇരുമ്പ് പോലത്തെ ലോഹങ്ങളുടെ സാധനങ്ങളുടെ കടകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ലഡ്കോं के लिए यहाँ दिलचस्पी का कोई सामान नहीं था. എന്നാൽ ഇവിടെ ആൺകുട്ടികൾക്ക് താല്പര്യമുള്ള ദിൽചസ്പിക്ക അവർക്ക് ആഗ്രഹമുണ്ടാകുന്ന അവർക്ക് താല്പര്യമുണ്ടാകുന്ന ദിൽചസ്പിക്ക അവരുടെ താല്പര്യത്തിൻ്റെ അവരുടെ ഇഷ്ടത്തിൻ്റെ കോയി സാമാൻ നഹീഥ അവിടെ ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു വസ്തുവും അവിടെ ഉണ്ടായിരുന്നില്ല. ഹാമിദ് ലോഹയ്ക്ക് ദുക്കാൻ പർ റുക്ക് ജാത്താ ഹെ. ഹാമിദ് അവിടെ ലോഹത്തിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടക്ക് മുന്നിൽ റുക്ക് ജാത്താ ഹെ നിൽക്കുകയാണ്. ദസ്തേ പനാഹ് രഖേ ഹുയേ ഥേ. അവിടെ ദസ്തേ പനാഹ് എന്ന് പറഞ്ഞാൽ ചവണ, അല്ലെങ്കിൽ ഈ ഗ്യാസും കുറ്റിമെന്നൊക്കെ സാധനങ്ങൾ എടുക്കാനൊരു ഇറുക്കി ഉപയോഗിക്കുമല്ലോ, ആ ഇറുക്കിക്കാണ് ദസ്തേ പനാഹ് എന്ന് പറയാം. ചവണ അല്ലെങ്കിൽ ഒരു കൊടിൽ എന്നൊക്കെ പറയാം. ചെറു കൊടിൽ, ചവണ കൊടിൽ, അല്ലെങ്കിൽ മറ്റേ ആ ഇറുക്കി അടുപ്പിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇറുക്കി ഉണ്ടല്ലോ, അതാണ് ദസ്തേ പന. ആ ചവണ വെച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഇറുക്കി വെച്ചിരുന്നു. അപ്പോൾ ദസ്തേ പന ഖരീദേക, അവന് ആ ചവണ വാങ്ങും. കാരണം ദാദി കെ പാസ് ദസ്തേ പനാഹ് നഹി ഹെ, അവൻ്റെ വല്യമ്മയുടെ അടുത്ത് ദസ്തേ പനാഹ് ഈ ചവണ അല്ലെങ്കിൽ ഈ ഇറുക്കി അല്ലെങ്കിൽ ആ കൊടിൽ അവൻ്റെ ദാദിയുടെ അടുത്തില്ല. തവേസെ റോട്ടിയാ ഉതാർത്തി ഹെ, ഈ റൊട്ടിയുടെ അടുപ്പിൽ നിന്ന്, തവയെന്ന് പറഞ്ഞാൽ റൊട്ടിയുടെ പാത്രം, റൊട്ടി ചുടാൻ ഉപയോഗിക്കുന്ന പാത്രം, ആ റൊട്ടി ചുടാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്ന് റോട്ടിയാ ഉതാർത്തി ഹെ, റൊട്ടികൾ എടുക്കും. തോ ഹാത്ത് ജൽ ജാത്താ ഹെ, എൻ്റെ വല്യുമ്മ എനിക്ക് വേണ്ടിയിട്ട് റൊട്ടി പാചകം ചെയ്ത് റൊട്ടി പാത്രത്തിൽ നിന്ന്, ആ റൊട്ടി ചുടുന്ന പാത്രത്തിൽ നിന്ന്, ആ ഭാഗത്ത് നിന്ന് റൊട്ടി എടുക്കുന്ന സമയത്ത് ഹാത്ത് ജൽ ജാത്താ ഹെ, കൈ പൊള്ളുന്നു. ജൽന എന്ന് പറഞ്ഞാൽ കത്തുക, പൊള്ളുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ കൈകൾ പൊള്ളുന്നുണ്ടല്ലോ. അഗർ വോ ദാദി കോ ദസ്തേ പനാഹ് ലേക്കർ ദേതോ, ഇവൻ ഹാമിദ് ഈ സമയം ആ വല്യമ്മക്ക് ദസ്തേ പനാഹി ചവണ അല്ലെങ്കിൽ ഈ ഇറുക്കി ഈ കൊടിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നാൽ തോവോ കിത്നി ഖുഷ് ഹോങ്കി, അപ്പോൾ ആ വല്യമ്മ എത്രമാത്രം സന്തുഷ്ടയാകും. ഇങ്ങനെ ഞാനൊരു ചവണ കൊണ്ടുപോയി കൊടുത്താൽ എത്ര സന്തുഷ്ടയാകും ആ ഉമ്മ. ഫിർ ഉൻകി ഉംഗിലിയാ കഭി നെൽ ജലേങ്കി, പിന്നീട് ഒരിക്കലും ആ ഉമ്മയുടെ കൈകൾ ഒരിക്കലും കത്തുകയില്ല, പൊള്ളുകയില്ല. ഘർമേ എ കാം കി ചീസ് ആ ജായേഗി, മാത്രവുമല്ല വീട്ടിൽ ഒരു ഉപകാരമുള്ള ഒരു വസ്തു വന്നെത്തുകയും ചെയ്യും. വീട്ടിലേക്ക് ഉപകാരമുള്ളൊരു കാര്യം, ഒരു വസ്തു വന്നെത്തുകയും ചെയ്യും. അപ്പോൾ വീട്ടിലേക്ക് ഉപകാരമുള്ളൊരു കാര്യമാകുമല്ലോ ചവണ കൊണ്ടുപോയാൽ മതി. ഖിലോനോസെ ക്യാ ഫായിദ, ഈ കളിക്കോപ്പകൾ കൊണ്ട് എന്തുപകാരമാണ് ഉള്ളത്? മുഫ്തുമേ പൈസെ ഖറാബ് ഹോത്തേ ഹേ, വെറുതെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ പൈസ ഇങ്ങനെ ഖറാബ് ഹോത്തേ ഹേ, അതിങ്ങനെ നശിച്ചു പോവുകയാണ്, വെറുതെ പൈസ നശിച്ചു പോവുകയാണ് ഈ കളിക്കോപ്പുകളൊക്കെ വാങ്ങിയാൽ. കാരണം സറാഹി ദേർ കോ തോ ഖുഷ് ഹോത്തി ഹേ, വെറും കുറച്ച് നേരത്തേക്ക് മാത്രം, സറാഹി ദേർ കോ കുറച്ച് നേരത്തേക്ക് മാത്രം, തോ അപ്പോൾ ഖുഷ് ഹോത്തി ഹേ, ഖുഷി ഹോത്തി ഹേ, സന്തോഷമുണ്ടാകുന്നു. കുറച്ച് നേരത്തേക്ക് മാത്രമേ സന്തോഷമുണ്ടാകുന്നുള്ളൂ.
ഫിർ തോ ഉൻഹെ കോയി ആങ്ക് ഉഠാക്കർ ഭി നെഹി ദേഖ്ത. കുറച്ചേരം കഴിഞ്ഞാൽ പിന്നെ അവകളെയൊന്നും, ഫിർ തോ പിന്നീടപ്പോൾ, ഉൻഹെ അവകളെയൊന്നും, കോയി ആരും, ആങ്ക് ഉഠാക്കർ കണ്ണെടുത്തിട്ട്, ആങ്ക് ഉഠാക്കർ ഭി കണ്ണെടുത്തിട്ട് പോലും, നെഹി ദേഖ്ത നോക്കുന്നു പോലുമില്ല. വോ ഘർ പഹുഞ്ചത്തെ പഹുഞ്ചത്തെ അതെല്ലാം വീട്ടിലേക്ക് എത്തുന്നതോടുകൂടെ, വോ അവയെല്ലാം ഘർ പഹുഞ്ചത്തെ പഹുഞ്ചത്തെ വീട്ടിലേക്ക് എത്തുന്നതോടെ, ഠൂട്ട് ഫൂട്ട് കർ പൊട്ടിപ്പൊളിഞ്ഞ് ബറാബർ ഹോ ജാത്താ ഹെ അതെല്ലാം ഒരു വിധത്തിലായിട്ടുണ്ടാകും. ബറാബർ ഹോ ജാത്താ ഹെ, ഠൂട്ട് ഫൂട്ട് കർ ബറാബർ ഹോ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് അതൊരു വിധമായിട്ടുണ്ടാകും. അതൊക്കെ സമമായിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വിധമായിട്ടുണ്ടാകും, പൊട്ടിപ്പൊടിഞ്ഞൊരു നിലക്കായിട്ടുണ്ടാകും. ഛോട്ടെ ബച്ചെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികൾ, ജോ ഈദ്ഗാഹ് നെഹി ജാ സക്തേ ഹെ ഈദ്ഗാഹിൽ പോകാൻ കഴിയാത്ത മറ്റു ചെറിയ കുട്ടികളുണ്ടാകുമല്ലോ, അവരെല്ലാവരും സിദ് കർക്കെ അവർ വഴക്ക് കൂടിയിട്ട്, അവർ ഷണ്ഠ കൂടിയിട്ട്, സിദ് കർക്കെ അവർ വഴക്ക് കൂടിയിട്ട്, ലേങ്കെ അവർ വഴക്ക് കൂടിയിട്ട് വാങ്ങുകയും പിടിച്ചു വാങ്ങുകയും, ഓർ തോട് ഡാലെങ്കെ ചെറിയ കുട്ടികൾ വഴക്ക് കൂടി പിടിച്ചു വാങ്ങുകയും എന്നിട്ട് അതിനെയൊക്കെ പൊട്ടിച്ചു കളയുകയും ചെയ്യും. ദസ്തേ പനാഹ് കിത്തനെ ഫായിദയ്ക്ക് ചീസ് ഹേ. എന്നാൽ ആ സ്ഥാനത്ത് ഈ ദസ്തേ പനാഹ്, ഈ ഒരു ചവണ അല്ലെങ്കിൽ ഈ ഇറുക്കി, ഈ ഒരു കൊടിൽ എത്ര ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, ഒരു വസ്തുവാണ്. റോട്ടിയാൻ തവേസേ ഉത്താറോ, അതുകൊണ്ട് ഉത്താറോഗേ മുലാരിയാണത്. റൊട്ടികൾ ആ അടുപ്പത്ത് നിന്ന് അല്ലെങ്കിൽ ആ ചട്ടിയിൽ നിന്ന്, റൊട്ടിച്ചട്ടിയിൽ നിന്ന് അതിൽ നിന്ന് ഇറക്കി വെക്കാൻ സാധിക്കും. ചൂൽഹേസെ ആഗ് നിക്കാൽ കർ ദോ അഥവാ നിക്കാൽ കർ ദേ ദോഗേ മുസ്തഖ്ബിലിനെ മുലാരിയാക്കിയാണ്. അടുപ്പിൽ നിന്ന് തീ മാറ്റുകയും ചെയ്യാം, അടുപ്പിൽ നിന്ന് തീ മാറ്റുകയും ചെയ്യാം, തീ പുറത്തെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ തീ മാറ്റുകയും ചെയ്യാം. ദാദിക്കോ കഹാ ഫുർസത്ത് ഹേ, ദാദിക്ക് എവിടെ സമയം, ദാദിക്ക് എവിടെ ഒഴിവ് കിട്ടുന്നത്. ഫുർസത്ത് മിൽന എന്ന് പറഞ്ഞാൽ ഒഴിവ് കിട്ടുക എന്നാണ് അർത്ഥം. ഫുർസത്ത് മിൽന എന്ന് പറഞ്ഞാൽ ഒഴിവ് കിട്ടുക എന്നാണ് അർത്ഥം. ദാദിക്ക് എവിടെയാണ് ഒഴിവ് കിട്ടുന്നത്. ബാസാർ ജായേ, എന്തിന്, അങ്ങാടിയിൽ പോകാനും. ഓർ ഇത്തനെ പൈസ കഹാ മിൽത്തേ ഹേ, ഇത്രയും പൈസ എവിടുന്ന് കിട്ടാനാ എൻ്റെ വല്യമ്മക്ക്. റോസ് ഹാത്ത് ജലാലേത്തി ഹേ, എല്ലാ ദിവസവും ആ ഉമ്മ റൊട്ടി തയ്യാറാക്കിക്കൊണ്ട് കൈ ഇങ്ങനെ പൊള്ളിക്കുകയും ചെയ്യുകയാണല്ലോ. അങ്ങനെ ഹാമിദ് കെ സാഥി ആകെ ബഡ്ഗയേ ഹേ, ഹാമിദിൻ്റെ കൂട്ടാളി, ഹാമിദിൻ്റെ കൂട്ടുകാരൻ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ചില രംഗങ്ങൾ ഇങ്ങനെ പറയാണ്. കിത്നെ ഖുദ് ഗറസ്, എത്ര സ്വാർത്ഥ തൽപരനായിട്ടും, കിത്നെ എത്രമാത്രം ഖുദ് ഗറസ് സ്വാർത്ഥ തൽപരനും, ഓർ ലാലച്ചി ഹേ, എത്ര വലിയ ആർത്തിയുമുള്ളവനാണ് അവന്, എത്ര സ്വാർത്ഥനും അതുപോലെ ആർത്തിയുള്ളവനുമാണവന്. സബ്നെ ഇത്തിനി മിഠായിയാലി, എല്ലാവരും ഇത്ര തോനെ മിഠായികൾ എടുത്തു. കിസീനെ മുझे ഏക് ഭി നദി, ആരും എനിക്ക് ഒന്നുപോലും തന്നിട്ടില്ല. ഹാമിദിൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ. ഹാമിദ് കെ സാഥി ആകെ ബഡ്ഗയേ ഹേ, ഹാമിദിൻ്റെ കൂട്ടുകാർ മുന്നോട്ട് പോയിട്ടുണ്ട്, അവരൊന്നുകൂടെ മുന്നോട്ട് ഗമിച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഹാമിദ് ഇങ്ങനെ പറയാണ്, കിത്നെ ഖുദ് ഗറസ്, എത്ര സ്വാർത്ഥരാണ്, ഓർ ലാലച്ചി ഹേ, എത്ര ആർത്തിയുള്ളവരാണവർ. സബ്നെ ഇത്തിനി മിഠായിയാലി, എല്ലാവരും ഇത്രമാത്രം മിഠായികൾ വാങ്ങിയിട്ടുണ്ട്, ഇത്രയും മിഠായി വാങ്ങി. കിസീനെ മുझे ഏക് ഭി നദി, എൻ്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ടെന്താ കാര്യം, ഒരാൾ പോലും എനിക്ക് ഒന്നും നൽകിയില്ല. ഉസ്പർ കെഹ്തേ ഹേ, എന്നിട്ട് അതിനും മീതെ ഒരു പറയാണ്, കെ മേരെ സാത്ത് ഖേലോ, എന്നിട്ട് ഒന്നും തരാതെ, എന്നിട്ട് ഉസ്പർ കെഹ്തേ ഹേ, അതിനും മീതെ എന്നിട്ട് അവർ പറയുകയാണ്. എന്താ പറയുന്നത്, കെ മേരെ സാത്ത് ഖേലോ, എൻ്റെ കൂടെ കളിക്കൂ അവരെ കൂടെ കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. മേരി തഖ്തി ധോലാവോ, എന്നിട്ട് എന്നോട് പറയുന്നത് എന്താണ്, മേരി തഖ്തി ധോലാവോ, എൻ്റെ സ്ലൈറ്റ് ഒന്ന് കേകി കൊണ്ടുവരൂ. തഖ്തി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്, തഖ്തി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്, ധോന എന്ന് പറഞ്ഞാൽ കഴുകുക,
ധോലാവോ, ഒന്ന് കേകി കൊണ്ടുവരുമോ. ഓലൊപ്പം എന്നിട്ട് അവർ മിഠായി വാങ്ങിയിട്ട് ഒരു മിഠായി പോലും എനിക്ക് തന്നില്ല. എന്നിട്ട് ഞാൻ ഓല കൂടെ കളിക്കണം, ഓല സ്ലൈറ്റ് കേകി കൊടുക്കണം. അബ് അഗർ മിയാ മുഹ്സിനെ ഇനിയെങ്ങാനും മിയാ മുഹ്സിന് കിസി കാം കോ കഹാത്തോ, വല്ല പണിയും പറഞ്ഞാൽ, വല്ല പണിക്കും എന്നോട് പറയുകയാണെങ്കിൽ, തോ ഖബർ ലൂങ്ക, വിവരം അറിയും. തോ ഖബർ ലൂങ്ക, എൻ്റെ വിവരം അറിയും, അല്ലെങ്കിൽ എൻ്റെ വിവരം മനസ്സിലാക്കി കൊടുക്കും ഞാൻ. വിവരം അറിയും. തോ ഖബർ ലൂങ്ക, അപ്പോൾ വിവരം അറിയും. മുഹ്സിന് അഥവാ ഇനി വല്ല പണിക്കും വിളിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ അവൻ മനസ്സിലാക്കി കൊടുക്കും ഞാൻ ആരാന്ന്. ഖായെ മിഠായി തിന്നും. ആ മുഹ് സടേക, നിങ്ങളുടെയൊക്കെ വായ കേടുവരുത്തുകയും ചെയ്യും. ഖായ മിഠായി, നിങ്ങൾ മിഠായികൾ കഴിക്കും. ആ മുഹ് സടേക, സടിന എന്ന് പറഞ്ഞാൽ കേടുവരിക എന്നാണ് അർത്ഥം. സടിന എന്ന് പറഞ്ഞാൽ കേടുവരിക എന്നാണ് അർത്ഥം. ഖറാബ് ഹോന, മോശമാവുക, കേടുവരിക. എന്നിട്ട് നിങ്ങളുടെ വായ ആപ്കെ മുഹ് എന്നുണ്ടാകും. നിങ്ങളുടെ വായ കേടുവരികയും ചെയ്യും. അങ്ങനെ ഫൂഡെ ഫസിയാ നിക്കലെങ്കിൽ, കുറേ കുരുവും കുറേ പൊള്ളക്കലും കുറേ കുരു പൊന്തും. ഫൂഡെ ഫുസിയാ എന്ന് വായിക്കണം. ഫൂഡെ ഫുസിയാ, കുരുകൾ പൊന്തും. കുറേ കുരുകൾ അല്ലെങ്കിൽ പുണ്ണുകൾ ഉണ്ടാവും. കുറേ കുരുകളും പുണ്ണുകളും ഉണ്ടാകും. നിങ്ങളുടെ വായിൽ കുറേ കുരുകളും പുണ്ണുകളും ഉണ്ടാകും. ആപ്പിഹി ചട്ടൂരി ജുബാൻ ഹോ ജായകി, എന്നിട്ട് നിങ്ങൾ തന്നെ വലിയ തീറ്റ കൊതിയനായി തീരുകയും ചെയ്യും. ചട്ടൂരി ജുബാൻ ഹോ ജായകി, ചട്ടൂരി ജുബാൻ എന്ന് പറഞ്ഞാൽ തീറ്റ കൊതിയൻ. ചട്ടൂരി ജുബാൻ എന്ന് പറഞ്ഞാൽ തീറ്റ കൊതിയൻ. നിങ്ങൾ തന്നെ വലിയ തീറ്റ കൊതിയനാവുകയും ചെയ്യും. നിങ്ങളിങ്ങനെ മിഠായി കഴിച്ചോളൂ. മിഠായി മിഠായി ഇങ്ങനെ കഴിക്കും. എന്നിട്ട് ആ മുഹ് സടേക, നിങ്ങളുടെ വായ കേടുവരുത്തുകയും ചെയ്യും. മാത്രമല്ല ഫൂഡെ ഫസിയാ നിക്കലെങ്കിൽ, കുറേ കുരുകൾ അല്ലെങ്കിൽ കുറേ പുണ്ണുകൾ നിങ്ങളുടെ വായിലുണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ആപ്പിഹി ചട്ടൂരി സുബാൻ ഹോ ജായകി, നിങ്ങൾ തന്നെ വലിയ തീറ്റക്കുതിയന്മാരായി തീരുകയും ചെയ്യും. തബ് പൈസ ഘർസെ ചുറായെങ്കിൽ, അങ്ങനെ വലിയ തീറ്റക്കുതിയന്മാരായാൽ നിങ്ങൾ പൈസ വീട്ടിൽ നിന്ന് ചുറായെങ്കിൽ കട്ടെടുക്കുകയും ചെയ്യും. അങ്ങനെ കട്ടെടുത്താൽ ഓർ മാർ ഖായെങ്കിൽ, നിങ്ങൾ കുറേ അടി വാങ്ങുകയും ചെയ്യും. നിങ്ങൾ വലിയ തീറ്റക്കുതിയന്മാരായിട്ട് നിങ്ങൾ പൈസ വീട്ടിൽ നിന്ന് എടുക്കുകയും വീട്ടിൽ നിന്ന് കട്ടെടുക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് കുറേ അടി വാങ്ങുകയും ചെയ്യും. കിതാബ് മേ ഝൂട്ടി ബാത്തേ തോടി ലിഖി ഹേ, കിതാബിൽ പുസ്തകത്തിലൊക്കെ ഝൂട്ടി ബാത്തേ, കുറേ തെറ്റായ കുറേ കാര്യങ്ങൾ ലിഖി ഹേ, എഴുതിയിട്ടുണ്ട്. അഥവാ ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച്, അഥവാ ഇങ്ങനെ തീറ്റക്കൊതിയന്മാരാകുന്നതിനെക്കുറിച്ച്, കാണുന്നതെല്ലാം വാങ്ങി തിന്നുന്നതിനെക്കുറിച്ച് തോടി ലിഖി ഹേ, കുറേ എഴുതിയിട്ടുണ്ട്. എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് എഴുതിയതായിട്ട് പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മേരി ജുബാൻ ക്യോ ഖറാബ് ഹോഗി, എന്നാൽ എൻ്റെ നാവ് അല്ലെങ്കിൽ എൻ്റെ വായ, എൻ്റെ നാവ് എങ്ങനെ കേടുവരും? ഉസ്നെ ഫിർ സോച്ച, പിന്നീട് അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവരൊക്കെയാണ് മിഠായി തിന്നുന്നത്, മിഠായി തിന്നാൻ പാടില്ല എന്നൊന്നും പുസ്തകത്തിലൊക്കെ എഴുതിയതായി കാണാം. എന്നാൽ എൻ്റെ വായ എങ്ങനെ കേടുവരും? ഉസ്നെ ഫിർ സോച്ച, അവന് ഹാമിദ് പിന്നീടൊന്ന് ചിന്തിച്ചു. ദാദി ദസ്തേ പനാ ദേഖ്തേ ഹി, മാത്രമല്ല പിന്നീട് അവൻ ചിന്തിക്കുകയാണ്, ദാദി എൻ്റെ വല്യമ്മ ദസ്തേ പനാഹ് ദേഖ്തേ ഹി, ഈയൊരു ചവണ അല്ലെങ്കിൽ ഈ ഒരു ഇറുക്കി കാണുന്നതോടുകൂടെ ദൗഡ്കർ ഓടി വന്നിട്ട് മെരെ ഹാത്ത് സെ ലേലെങ്കി, എൻ്റെ കയ്യിൽ നിന്ന് ഇത് എടുക്കുകയും ചെയ്യും. ഓർ കഹേങ്കി, എന്നിട്ട് എൻ്റെ വല്യമ്മ എന്നോട് പറയും, കെ മേരാ ബച്ച, എൻ്റെ മോനെ, അമ്മാ കേലിയെ ദസ്തേ പനാഹ് ലായാ ഹേ, നിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നീ ദസ്തേ പനാഹ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഹസാറോ ദ്വായം തേങ്കി, ആയിരക്കണക്കിന് ദ്വാകൾ എനിക്ക് എൻ്റെ ഉമ്മ ദ്വാ ചെയ്ത് പ്രാർത്ഥിച്ചു തരികയും ചെയ്യും.
ഉൻ ലോകോക്കെ ഖിലോനോം പർ എന്നാൽ അവരുടെ ആ കളിക്കോപ്പകളുടെ പേരിൽ ഉനെ കോൺ ദ്വാ ദേഗ അവർക്ക് ആരാ ദ്വാ ചെയ്തു കൊടുക്കുക. ബുസുർഗോങ്കി ദ്വായേ എന്നാൽ വലിയ വലിയ ആളുകളുടെ മഹാരഥന്മാരുടെ അല്ലെങ്കിൽ വയസ്സായ ഷേഖന്മാരുടെ, ബുസുർഗോങ്കി എന്ന് പറഞ്ഞാൽ ഷേഖന്മാരുടെ, വയസ്സായ ആൾ എന്നും അർത്ഥം വെക്കുക, മഹാരഥന്മാരെ എന്നും അർത്ഥം വെക്കുക. ഈ പ്രായം ചെന്ന ആളുകളുടെ ദ്വാകളൊക്കെ സീതി നേരിട്ട് ഖുദാക്കി ബാർഗാഹ്മേ ദൈവത്തിൻ്റെ സവിധത്തിൽ, ഖുദാക്കി ബാർഗാഹ്മേ ബാർഗാഹ് സവിധം, ഹുസൂർ ബാർഗാഹ് സവിധം, ദൈവത്തിൻ്റെ ഖുദാക്കി ബാർഗാഹ്മേ ദൈവത്തിൻ്റെ സവിധത്തിൽ പഹുഞ്ചത്തി ഹേ എത്തുന്നു, ഓർ ഫൗറൻ കബൂൽ ഹോത്തി ഹേ പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്താണ് പ്രായം ചെന്ന ആളുകളുടെ ദുആക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഹാമിദ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ദസ്തേ പനാഹ് വാങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് എടുക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.